ഉൾനാടൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പിരിച്ചുവിട്ടു. സെക്രട്ടറി സംഘടനയെ ദുരുപയോഗം ചെയ്യുന്നതായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ വാർത്തകൾ സത്യവിരുദ്ധമാണെന്ന് സംഘടനാ സെക്രട്ടറി NR ഷാജി പറഞ്ഞു. ചേർത്തല നഗരത്തിൽ സംരംഭകൻ ഉയർത്തിയ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് സംഘടനയുടെ കമ്മിറ്റി കൂടി പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. സംഘടനാ സെക്രട്ടറി NR ഷാജിക്കെതിരായാണ് സംഘടനയുടെ നടപടി. കമ്മിറ്റിയിലെ ഭൂരിപക്ഷവും സെക്രട്ടറി NR ഷാജിയെ സംഘടനയിൽ നിന്നും പുറത്താക്കാനും സംഘടന തന്നെ പിരിച്ചുവിടാനും തീരുമാനിച്ചതായി പ്രസിഡന്റ് VK സിദ്ധാർത്ഥൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മത്സ്യത്തൊഴിലാളിയുടെ ക്ഷേമം ലക്ഷ്യമാക്കി തുടങ്ങിയ സംഘടനയെ ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ അംഗീകരിക്കാനാകില്ലെന്ന് കാട്ടിയാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റിനെ കൂടാതെ കമ്മിറ്റി അംഗങ്ങളായ രാജീവൻ, അനിൽകുമാർ, പ്രവീൺ ഷാജി എന്നിവരും സംഘടന പിരിച്ചുവിടുന്നതിനായി അനുമതിപത്രം കൈമാറിയിട്ടുണ്ട്. വിഷയം ജില്ലാ രജിസ്ട്രാറെ അറിയിച്ച് രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ തുടങ്ങിയതായും പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്നും ഇതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ഉൾനാടൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടറി NR ഷാജി പറഞ്ഞു. സംഘടന പിരിച്ചുവിടാൻ ഇവർക്ക് അധികാരമില്ലെന്നും പ്രസിഡന്റിനെ നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനയുടെ പേരിൽ മത്സ്യത്തൊഴിലാളിയുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ചേർത്തലയിൽ സംരംഭകന്റെ പേരിലുന്ന പരാതികളിൽ കഴമ്പില്ലെന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടും തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും NR ഷാജി പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ ഒരു മത്സ്യത്തൊഴിലാളി സംഘടനയുടെ സെക്രട്ടറിയും ഒരു സമുദായ സംഘടനയുടെ നേതാവുമായ ശ്രീ NR ഷാജി ചേർത്തലയിലെ ഒരു സംരംഭകനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തോട് 4 സെന്റ് സ്ഥലവും 10 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു എന്ന് പത്രമാധ്യമങ്ങളിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പം അദ്ദേഹം ബന്ധപ്പെട്ട സംഘടന ഉൾനാടൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എന്ന സംഘടനയുടെ പേരിലാണ് ഇത് ആവശ്യപ്പെട്ടത്. 2022 മെയ് മാസം 12-ാം തീയതി ഈ സംഘടനയുടെ രജിസ്ട്രേഷൻ പുതുക്കിയപ്പോൾ അന്നു മുതൽ ഞാൻ ഈ സംഘടനയുടെ പ്രസിഡന്റാണ്. ഞാൻ എന്നെ അറിയിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ഈ കാര്യം അത്രയും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുൻപും ഇതുപോലുള്ള പല ആരോപണങ്ങളും ഇദ്ദേഹത്തെ പറ്റി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തെളിവുകളില്ലാതെ നമുക്കത് സാധൂകരിക്കാൻ പറ്റാതെ പോകും. ഈ പ്രാവശ്യം ഇത് പോലീസ് കേസെടുത്തതിന് ശേഷം അന്വേഷിച്ചു. ഈ EP ബിൽഡേഴ്സിൻ്റെ MD-യെ നേരിട്ട് കണ്ടു. അദ്ദേഹം ഷാജിയായിട്ട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദ സന്ദേശം ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇദ്ദേഹം ഈ സംഘടന ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ പണപ്പിരിവ് നടത്തുകയാണ് എന്ന്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ സംഘടനയുടെ രജിസ്ട്രേഷനിൽ പറയുന്ന 11 പേരാണ് ഈ 2022 മെയ് മാസം 12-ാം തീയതി ആലപ്പുഴ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഈ സംഘടന പുതുക്കുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നത്. അതിനുശേഷം ഈ നിമിഷം വരെ യാതൊരു പരിപാടിയും എന്നെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് ഉള്ളിൽ 2023 ജൂലൈ 2-ാം തീയതി ഒരു വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് ഇദ്ദേഹം നടത്തി. അത് എന്നെ അറിയിച്ചുകൊണ്ടല്ല, ഞാനിത് കഴിഞ്ഞു പൂച്ചാക്കലുള്ള പത്രക്കാരെ വിളിച്ച് പറയുമ്പോഴാണ് ഞാനിതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളെ വെച്ച് നടത്തുക. അതിൻ്റെ പവർ എന്ന് വെച്ചാൽ കമ്മിറ്റി, ആ 4 കമ്മിറ്റിക്കാരെ ആധാർ കാർഡ് ഉൾപ്പെടെ അവരെന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവർ സമ്മതപത്രം ഉണ്ടെന്ന് ഇത് പിരിച്ചു വിടാനായിട്ട്. കാരണം ഞാൻ വെറുതെ എന്തെങ്കിലും എഴുതി കൊണ്ടുവന്നാൽ പോരാ. ആ 4 പേരെ ഫുൾ അഡ്രസ്സ് തന്നിട്ടുണ്ട്, അവരുടെ ആധാർ കാർഡിന്റെ കോപ്പി തന്നിട്ടുണ്ട്. അവരുടെ സംഘടന പിരിച്ചുവിടിയുന്നു. അതുകൊണ്ട് ഈ സംഘടന ഇനി പ്രവർത്തിക്കാൻ പാടില്ല. കാരണം സംഘടന പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. നമ്മൾ കണ്ടേക്കുന്നതാണ്. മുഴുവൻ സംഘടനയും സത്യസന്ധമായിട്ടാണെന്നുള്ള അവകാശവാദം എനിക്കില്ല. പക്ഷെ കുറച്ചെങ്കിലും നമ്മൾ നീതി പുലർത്തണം.